ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലഭിച്ച നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്കിങ്ങനെ കടന്നു വരുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഭാഗ്യപദവി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, ഇതിലായിരിക്കുന്ന ശ്രേഷ്ഠ ദാസന്മാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരോടുമുള്ള വന്ദനം അറിയിക്കുകയാണ്. ഞാൻ എന്നെ ഒരു വാക്കി പരിചയപ്പെടുത്തിയാൽ, എൻ്റെ പേര് ജോബിൻ എന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ. ഇവിടെ ആയിരിക്കുന്ന ജോബിനും ഞാനും ഒന്നിച്ച് ഞങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു റൂമിൽ 2 വർഷം MBA ഉണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. ഞാൻ മർത്തോമ പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് 2013 കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ കുടുംബമായിട്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ദൈവം സഹായിക്കുന്നു. ഇപ്പോൾ ഞാൻ ദൈവവചനം ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ BD 3 വർഷം കഴിഞ്ഞ് 4 വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചൊരു കാര്യമല്ല ദൈവവചനമായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ കഴിയുന്നു. കാരണം ഞാനൊരു മർത്തോമായിൽ ജനിച്ചു വളർന്നെന്ന് പറയുമ്പം പാപ വഴിയിലൂടെ ജീവിച്ചൊരു ജീവിത പശ്ചാത്തലം അത് വിശദീകരിക്കുന്നില്ല. അവിടെ നിന്ന് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവം എന്നെ വിളിച്ചു, ദൈവം വേർതിരിച്ചു. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയെക്കുറിച്ച് ഒരു വാക്ക് പറയുമ്പോൾ, ഞാനിവിടെ ആയിരിക്കുന്ന രാജകുഞ്ചാനുണ്ട്, ജസ്റ്റിനുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സ്ഥലത്തിൻ്റെ സ്റ്റീഫൻ ജാനെ ഞാൻ ഓർക്കുന്നു. ഇവിടെയെല്ലാം ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്കിത് ഈ ചർച്ചുമായിട്ട് ഒരു ചെറിയ ബന്ധം എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മകൻ്റെ ഒരു സൗഖ്യം ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പമാണ്. ആ മകനെ വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ കളഞ്ഞ്, അതായത് ഇനിയും ചികിത്സിക്കാനില്ലെന്നും പറഞ്ഞ് അവൻ തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ ഇവിടെ തിരുവല്ലയിൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറച്ച് ആളുകൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഒരു കാര്യം അവരറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരുന്നു എന്ന് ഇങ്ങനെ അവർ ചോദിച്ചപ്പോൾ ഈ മകനെ കൊണ്ട് അവരോട് വന്നു. ഇവിടെ പ്രാർത്ഥന നടക്കുന്ന ആ ദിവസങ്ങളിലൂടെ കടന്നു വന്ന ആ മകൻ വിടുവിക്കപ്പെട്ടു. ഇപ്പോൾ അവന് കുടുംബമായിട്ട് കാനഡയിലാണ്. ആ ഒരു സൗഖ്യം കാരണം പാടിമൺ എന്നൊരു സ്ഥലത്ത് ചർച്ചക്കൂടിന് ഒരു ചർച്ച ഉണ്ടാകാൻ കാരണമായി. ഞാനതൊക്കെ ഓർക്കുന്നു. അതിവിടുത്തെ പ്രാർത്ഥനയും ഉപവാസമൊക്കെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും പണ്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം ദൈവം ഇനിയും വളരെ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതുപോലെ ഈ മേപ്പാൽ എന്ന സ്ഥലവുമായിട്ട് ഒരു ബന്ധം കൂടെ ഉണ്ട്. എൻ്റെ വൈഫ്, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ വൈഫിൻ്റെ അമ്മയുടെ വീട് ഇവിടെ അടുത്താണ്, മൂലമണിൽ എന്ന് പറയും. അവിടെ മൂലമണിൽ കുഞ്ഞെന്ന് പറയുന്ന ആളുടെ മകളാണ് എൻ്റെ വൈഫിൻ്റെ അമ്മ. അപ്പം അങ്ങനെ ഒരു ചെറിയ ബന്ധം ഈ ദേശമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ പശ്ചാത്തലത്തിൽ നിന്നും ഞങ്ങൾക്ക് ഇങ്ങനെ കർത്താവിനെ അറിയാൻ സഹായിച്ചു. പാപ വഴിയിലൂടെ ജീവിച്ചൊരു ജീവിത പശ്ചാത്തലം അത് വിശദീകരിക്കുന്നില്ല. അവിടെ നിന്ന് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവം എന്നെ വിളിച്ചു, ദൈവം വേർതിരിച്ചു. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയെക്കുറിച്ച് ഒരു വാക്ക് പറയുമ്പോൾ, ഞാനിവിടെ ആയിരിക്കുന്ന രാജകുഞ്ചാനുണ്ട്, ജസ്റ്റിനുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സ്ഥലത്തിൻ്റെ സ്റ്റീഫൻ ജാനെ ഞാൻ ഓർക്കുന്നു. ഇവിടെയെല്ലാം ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്കിത് ഈ ചർച്ചുമായിട്ട് ഒരു ചെറിയ ബന്ധം എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മകൻ്റെ ഒരു സൗഖ്യം ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പമാണ്. ആ മകനെ വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ കളഞ്ഞ്, അതായത് ഇനിയും ചികിത്സിക്കാനില്ലെന്നും പറഞ്ഞ് അവൻ തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ ഇവിടെ തിരുവല്ലയിൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറച്ച് ആളുകൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഒരു കാര്യം അവരറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരുന്നു എന്ന് ഇങ്ങനെ അവർ ചോദിച്ചപ്പോൾ ഈ മകനെ കൊണ്ട് അവരോട് വന്നു. ഇവിടെ പ്രാർത്ഥന നടക്കുന്ന ആ ദിവസങ്ങളിലൂടെ കടന്നു വന്ന മകൻ വിടുവിക്കപ്പെട്ടു. ഇപ്പോൾ അവന് കുടുംബമായിട്ട് കാനഡയിലാണ്.
ഈ ഒരു സൗഖ്യം കാരണം പാടിമൺ എന്നൊരു സ്ഥലത്ത് ചർച്ച കൂടുന്ന ഒരു ചർച്ച ഉണ്ടാകാൻ കാരണമായി. ഞാനതൊക്കെ ഓർക്കുന്നു. അത് ഇവിടുത്തെ പ്രാർത്ഥനയും ഉപവാസമൊക്കെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും പണ്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം ദൈവം ഇനിയും വളരെ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതുപോലെ ഈ മേപ്രയിൽ എന്ന സ്ഥലവുമായിട്ട് ഒരു ബന്ധം കൂടുണ്ട്. എൻ്റെ വൈഫ്, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ വൈഫിൻ്റെ അമ്മയുടെ വീട് ഇവിടെ അടുത്താണ്, മൂലമണിൽ എന്ന് പറയും. അവിടെ മൂലമണിൽ കുഞ്ഞെന്ന് പറയുന്ന ആളുടെ മകളാണ് എൻ്റെ വൈഫിൻ്റെ അമ്മ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബന്ധം ഇതിന് ദേശമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ പശ്ചാത്തലത്തിൽ നിന്നും ഞങ്ങൾക്ക് ഇങ്ങനെ കർത്താവിനെ അറിയാൻ സഹായിച്ചു. തുടർന്ന് എനിക്ക് കിട്ടിയ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ചിന്ത പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യം. എട്ട് വരെ അവസാനത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം ഇവിടെ എഴുതി വെച്ചിരിക്കുമ്പോൾ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു ജനമാണ് ഇവർ. അതായത് ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രവാസ ജീവിതത്തിലാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം മുതൽ 55-ാം അധ്യായം വരെ ഈ യെരുശലേമിലുള്ള ഈ ജനം, യഹൂദിയ ജനം, ഇവരിപ്പോൾ ആയിരിക്കുന്ന ബാബിലോണിലാണ്. ബാബിലോണിൽ അവർ പ്രവാസ ജീവിതത്തിലായിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ഇവർ ഏറ്റവും തകർന്ന അവസ്ഥയിലാണ് ഇവർ കടന്നു പോകുന്നത്. ഇവർ വേദനയിൽ കൂടെ കടന്നു പോകുന്നത്. കാരണം ഇവരുടെ ഐഡൻറ്റിറ്റിക്ക് ഒരു പ്രശ്നമുണ്ടായി. ഇവരുടെ ദേവാലയം നഷ്ടപ്പെട്ടു പോയി. BC 586 ഇവരുടെ ദേവാലയം തകർക്കപ്പെട്ടു. ഇവരെല്ലാം പിടിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എവിടെയാണ്? ബാബിലോൺ. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ദേവാലയമില്ല. പിന്നെ എന്തൊക്കെയാണ്? അവരുടെ രാജാവില്ല. ഇവരുടെ എല്ലാ, അതായത് അവിടെ ഐഡൽ വർഷിപ്പ്, അതായത് ഈ ബാബിലോണിൽ ഇവർ ജീവിക്കുന്ന സ്ഥലത്ത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ജനങ്ങൾ, യാതൊരു സാധ്യത ഇവർക്കില്ല. ഇവരവിടുത്തെ മൈനോറിറ്റികളാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. അപ്പോൾ യെരമ്യാ പ്രവാചകന്റെ ഒരു പ്രവചനം മുന്നിൽ കിടപ്പുണ്ട്. എന്താണെന്നറിയോ? യെരമ്യാ പ്രവാചകന്റെ പ്രവചനം 25-ാം അധ്യായം, യെരമ്യാവിന്റെ പുസ്തകം 25-ന്റെ 11 മുതൽ 12 വരെയുള്ള വാക്യവും 29-ാം അധ്യായം 10-ാം വാക്യത്തിനകത്തും 70 വർഷത്തെ ഒരു പ്രവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യെരമ്യാവ് മുന്നേ പ്രവചനം പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ്? അതായത് യെരുശലേമിലുള്ള ജനം മുഴുവൻ പ്രവാസത്തിലേക്ക് പോകും. അതിന്റെ കാരണം എന്താണെന്നറിയോ? അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ജീവിക്കാൻ വേണ്ടി വിളിച്ച ജനം മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്ന് അവർ പാപം ചെയ്തപ്പോൾ ദൈവം അവരോട് ഒരു താൽക്കാലികമായ ദൈവത്തിൽ നിന്നുള്ള ഒരു അകൽച്ച ഉണ്ടായി. ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയച്ചു. അങ്ങനെ പ്രവാസത്തിലേക്ക് അയച്ചപ്പോൾ നെബൂഖദ്നേസർ വന്ന് ഇവരെ പിടിച്ചുകൊണ്ടുപോയി. ഇവരിപ്പോൾ എവിടെയായിരിക്കുന്നു? ഇവര് ബാബിലോണിലായിരിക്കുന്നു. ഈ ബാബിലോണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ ഒരു അമേരിക്ക പോലെ ഒരു സൂപ്പർ പവറാണ് അന്നത്തെ ബാബിലോൺ. ഈ ബാബിലോണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു സാഹചര്യവും അവിടെ ഇല്ല. കാരണം മാനുഷികമായി നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഇവരുടെ ശക്തിക്ക് നോക്കി പിടിച്ചേക്കാൻ അവർക്ക് കഴിയത്തില്ല. ദൈവം അവരെ വിട്ടുകൊടുത്തതാണ്. എങ്കിലും ഈ ജനം അവിടെ ആയിരിക്കുമ്പോഴത്തേക്ക് ഇവർ തകർന്നിരിക്കുകയാണ്. കാരണം ഇവരുടെ ഹൃദയം എന്താ പറയുക, ഒരു യെരുശലേം ദേവാലയം ഉള്ളതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. അവരുടെ എല്ലാ പ്രതാപങ്ങളും അവരുടെ എല്ലാ സന്തോഷങ്ങളും ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ അവർ വേദനയിലായിരിക്കുന്നു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇങ്ങനെ വേദനിക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ ദൈവം അലിയത്തില്ലേ? നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമല്ലേ? കരുണയുള്ള ദൈവമല്ലേ? അങ്ങനെ തകർന്ന് വേദനിച്ചിരിക്കുന്ന ഈ ജനത്തെ നോക്കിയിട്ടാണ് 40-ാം അധ്യായം മുതൽ ദൈവം അവരെ ആശ്വസിപ്പിക്കുകയാണ്. അതായത് തകർന്നിരിക്കുന്ന, ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ
സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പോൾ ദൈവം വേദനിച്ചിരിക്കുന്നവരോട് ദൈവം സംസാരിക്കും. അവർ തെറ്റ് ചെയ്ത് പാപം ചെയ്ത് അവർ അകന്നു പോയെങ്കിലും ദൈവം ഒരിക്കലും ഇവരെ എന്നേക്കും തള്ളിക്കളയാനായിട്ടല്ല ഇവരെ വിളിച്ചതാണോ? അല്ല. കാരണം ദൈവത്തിൻ്റെ പ്രിയ ജനമാണ് ഇസ്രായേൽ. യെരൂശലേം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും ഫേവറേറ്റ് ആണ്. ഇവര് എങ്ങനെയെല്ലാം പോയാൽ ഇവരെ ദൈവത്തിൻ്റെ മനസ്സിനകത്ത് ദൈവം ഇവരെ ആക്കി വെച്ചിരിക്കുകയാണ്, ഹൃദയത്തിനകത്തായിരിക്കുകയാണ്. അപ്പം ഈ ജനം ഹൃദയം കൊണ്ട് ദൈവത്തോട് അകന്നു പോയെങ്കിലും വീണ്ടും ഇവർ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയങ്ങളിൽ ദൈവത്തോട് ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ദൈവം ഇവിടെ പറയുകയാണ്. അതായത് അപ്പോഴാണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നത്. 8-ാം വാക്യം മുതൽ 6-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. കേട്ടോ, വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ, ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഇനി ആരാ ജനമാരാ? അതായത് ഈ ജനം എന്നിവിടെ പറയുന്നത് ഇവരെ പിടിച്ചുകൊണ്ട് പോയി ബാബിലോണിലെ രാജഭരണം, അതായത് ഈ ഏറ്റവും വലിയ എംപയറാണ്, അവിടുത്തെ ഏറ്റവും വലിയ എംപയർ ഈ ജനമാണ്. ദൈവം ഇവരെയാണ് ദൈവം ഇവരിൽ നിന്ന് ഇവരെ വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം വിട്ടുകൊടുത്തെങ്കിലും ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുകയാണ് ഇവരെ മടക്കിക്കൊണ്ടുവരുന്നത്, ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് ഇവരെ തിരിച്ച് ഇവരുടെ സ്ഥലത്തേക്ക് അയക്കാൻ. അതായത് ഇവർക്ക് തിരിച്ച് ഇവരുടെ സ്ഥലത്തേക്ക്, അതായത് യെരൂശലേമിലേക്ക് ഇവരെ മടക്കി അയക്കണം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം അവിടെയാണ് ഈ വാക്യം നിൽക്കുന്നത്. അപ്പം ഇനിയും ഞാൻ നിങ്ങളോട് പറയും, ഇതിൻ്റെ 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ഇവരെ പ്രവാസത്തിൽ ദൈവം ഇവരെ ആശ്വസിപ്പിക്കുന്ന വാക്യങ്ങളാണ്. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ പ്രീ എക്സൈലിക്ക്, അതായത് പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പ് യെരൂശലേമിൽ അവരോട് സംസാരിച്ചതും 40 മുതൽ 55 വരെയുള്ളത് ഇവര് എക്സൈലിക്കാണ്. അതായത് ഇവരെ പ്രവാസത്തിലായിരിക്കുന്ന സമയത്തും 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ പോസ്റ്റ് എക്സൈലിക്ക്, അതായത് തിരിച്ചു മടങ്ങി യെരൂശലേമിൽ വന്നതിന് ശേഷമുള്ള അധ്യായങ്ങളായിട്ടാണ് വേദ പണ്ഡിതർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമല്ലേ? ദൈവം സംസാരിക്കുമോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമോ? നമ്മൾ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ ഹൃദയം മുറുക്കത്തിലായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മളോട് ഇടപെടുമോ? തീർച്ചയായിട്ടും ഇടപെടും. കാരണം യാതൊരു സാധ്യതയില്ലാത്ത സ്ഥലത്താണ് ദൈവം എന്നെ സ്പർശിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ മൊത്തമോ പാരമ്പര്യ കുടുംബത്തിൽ ജനിക്കുന്ന എനിക്ക് ഒരു കാരണവശാലും വിശ്വാസത്തിലേക്ക് വരുവാൻ മാനുഷികമായി നോക്കാൻ കഴിയത്തില്ല. കാരണം പേരിന് ക്രിസ്ത്യാനിയെങ്കിലും ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയത്തുള്ളൂ. അത് ദൈവം നമ്മളെ ആകർഷിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ശരിയല്ലേ? ഇവിടെ അങ്ങനെ നമ്മളെല്ലാം ഒരു കാലത്ത് ദൈവം നമ്മളെ ആകർഷിച്ച് കൊണ്ടുവന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നു. ദൈവത്തോട് നമുക്ക് തീർച്ചയായിട്ടും നന്ദിയുള്ളവരല്ലേ? നമ്മൾ പലപ്പോഴും കർത്താവിനെ ശരിക്കും വേണ്ട രീതിയിൽ കർത്താവിനെ സ്നേഹിക്കാറുണ്ടോ? ആ നന്ദി നമുക്കുണ്ടോ? യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളെ വിളിച്ചു, വേർതിരിച്ചു. നമ്മളിതൊരു പ്രവാസ ജീവിതത്തിലൂടെ പോവുകയാണ്. ശരിയല്ലേ? ക്രിസ്തീയ ജീവിതം ഒരു പ്രവാസ ജീവിതമല്ലേ? യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങൾക്ക് ദൈവത്തോട് ആഴമായ സ്നേഹമുണ്ടോ? ഒരു ചോദ്യമാണ്. ശരിക്കും സ്നേഹമുണ്ടോ? അങ്ങനെ യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ശരിയല്ലേ? നമ്മളൊരു യഥാർത്ഥ പെന്തക്കോസുകാരൻ്റെ അനുഭവം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ അപ്പച്ചന്മാരുടെയൊക്കെ കാലത്ത് ഉള്ളതുപോലെ നമുക്കുണ്ടോ? ഒരു ചോദ്യം ഞാൻ ചോദിക്കുക, ഞാൻ ഉൾപ്പെടെ. ഞാൻ ഇന്നലെ വന്ന ആളാണ്, 13 വർഷമേ ആയുള്ളൂ. നിങ്ങൾ വർഷങ്ങളായിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ബഹുമാനിക്കുന്ന ഞാൻ. എന്നാലും ചോദിക്കണം, അവർക്ക് ദൈവത്തോടുള്ളൊരു സ്നേഹവും അവർക്ക് ദൈവത്തോടുള്ള ഒരു നടപ്പും പോലെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ? ദൈവം ആഗ്രഹിക്കുകയാണ്. കാരണം കർത്താവ് എന്നേക്കും തള്ളിക്കളഞ്ഞു എന്ന് യെരൂശലേമിന് തോന്നിയെങ്കിലും അവരുടെ ഹൃദയത്തിലെ വേദന കണ്ട് കർത്താവ് വീണ്ടും അവരെ മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ ഇവിടെ വായിച്ച വാക്യത്തിനകത്ത് ഒന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പുല്ല്. ഈ പുല്ല് എന്താ ചെയ്യുന്നു? പുല്ല് ഉണ്ടായി വരുന്നൊരു സമയമുണ്ട്. ഇതൊരു ചെറിയ, അതായത് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. പുല്ലും പൂവും രണ്ട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പുല്ല് ഉണ്ടാകുന്ന ഒരു പീരീഡ് സ്പ്രിംഗ്, ആ സമയത്ത്, അതായത് ഒരു മാർച്ച് മാസത്തിലാണ് ഇസ്രായേലിൽ ഈ പുല്ല് ഉണ്ടായി വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായി വരുന്ന ഈ പുല്ല് പൂവെല്ലാം ഉണ്ടായി വരുന്ന സമയത്ത് മാർച്ചിൽ ഇത് ഉണ്ടായതിന് ശേഷം
ഒരു ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആകുമ്പോഴത്തേന് ഒരു കാറ്റുണ്ടാകും. വലിയ കാറ്റിലേനുള്ള ഈ ജനം, യഹൂദിയ ജനം, ഇവരിപ്പോൾ ആയിരിക്കുന്ന ബാബിലോണിലാണ്. ബാബിലോണിൽ അവർ പ്രവാസ ജീവിതത്തിലായിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ഇവർ ഏറ്റവും തകർന്ന അവസ്ഥയിലാണ് ഇവർ കടന്നു പോകുന്നത്. ഇവർ വേദനയിൽ കൂടെ കടന്നു പോകുന്നത്. കാരണം ഇവരുടെ ഐഡൻറ്റിറ്റിക്ക് ഒരു പ്രശ്നമുണ്ടായി. ഇവരുടെ ദേവാലയം നഷ്ടപ്പെട്ടു പോയി. BC 586 ഇവരുടെ ദേവാലയം തകർക്കപ്പെട്ടു. ഇവരെല്ലാം പിടിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എവിടെയാണ്? ബാബിലോൺ. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ദേവാലയമില്ല. പിന്നെ എന്തൊക്കെയാണ്? അവരുടെ രാജാവില്ല. ഇവരുടെ എല്ലാ, അതായത് അവിടെ ഐഡൽ വർഷിപ്പ്, അതായത് ഈ ബാബിലോണിൽ ഇവർ ജീവിക്കുന്ന സ്ഥലത്ത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ജനങ്ങൾ, യാതൊരു സാധ്യത ഇവർക്കില്ല. ഇവർ അവിടുത്തെ മൈനോറിറ്റികളാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. അപ്പോൾ യെരമ്യാ പ്രവാചകൻ്റെ ഒരു പ്രവചനം മുന്നിൽ കിടപ്പുണ്ട്. എന്താണെന്നറിയോ? യെരമ്യാ പ്രവാചകൻ്റെ പ്രവചനം 25-ാം അധ്യായം, യെരമ്യാവിൻ്റെ പുസ്തകം 25-11 മുതൽ 12 വരെയുള്ള വാക്യവും 29-ാം അധ്യായം 10-ാം വാക്യത്തിനകത്തും 70 വർഷത്തെ ഒരു പ്രവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യെരമ്യാവ് മുന്നേ പ്രവചനം പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ്? അതായത് യെരുശലേമിലുള്ള ജനം മുഴുവൻ പ്രവാസത്തിലേക്ക് പോകും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ജീവിക്കാൻ വേണ്ടി വിളിച്ച ജനം മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്ന് അവർ പാപം ചെയ്തപ്പം ദൈവം അവരോട് ഒരു താൽക്കാലികമായ ദൈവത്തിൽ നിന്നുള്ള ഒരു അകൽച്ച ഉണ്ടായി. ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയച്ചു. അങ്ങനെ പ്രവാസത്തിലേക്ക് അയച്ചപ്പോൾ നെബൂഖദ്നേസർ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോയി. ഇവരിപ്പോൾ എവിടെയായിരിക്കുന്നു? ഇവർ ബാബിലോണിലായിരിക്കുന്നു. ഈ ബാബിലോണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ ഒരു അമേരിക്ക പോലെ ഒരു സൂപ്പർ പവറാണ് അന്നത്തെ ബാബിലോൺ. ഈ ബാബിലോണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു സാഹചര്യവും അവിടെ ഇല്ല. കാരണം മാനുഷികമായി നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഇവരുടെ ശക്തിക്ക് നോക്കി പിടിച്ചേക്കാൻ അവർക്ക് കഴിയത്തില്ല. ദൈവം അവരെ വിട്ടുകൊടുത്തതാണ്. എങ്കിലും ഈ ജനം അവിടെ ആയിരിക്കുമ്പോഴത്തേക്ക് ഇവർ തകർന്നിരിക്കുകയാണ്. കാരണം ഇവരുടെ ഹൃദയം ഇവിടെ എന്താ പറയുക, ഒരു യെരുശലേം ദേവാലയം ഇവർക്കുണ്ട്, അത് നഷ്ടപ്പെട്ടു പോയി. അവരുടെ എല്ലാ പ്രതാപങ്ങളും അവരുടെ എല്ലാ സന്തോഷങ്ങളും ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ അവർ വേദനയിലായിരിക്കുന്നു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇങ്ങനെ വേദനിക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ ദൈവം അലിയത്തില്ലേ? നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമല്ലേ? കരുണയുള്ള ദൈവമല്ലേ? അങ്ങനെ തകർന്ന് വേദനിച്ചിരിക്കുന്ന ഈ ജനത്തെ നോക്കിയിട്ടാണ് 40-ാം അധ്യായം മുതൽ ദൈവം അവരെ ആശ്വസിപ്പിക്കുകയാണ്. അതായത് തകർന്നിരിക്കുന്ന, ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പോൾ ദൈവം വേദനിച്ചിരിക്കുന്നവരോട് ദൈവം സംസാരിക്കും. അവർ തെറ്റ് ചെയ്തു, പാപം ചെയ്ത് അവർ അകന്നു പോയെങ്കിലും ദൈവം ഒരിക്കലും ഇവരെ എന്നേക്കും തള്ളിക്കളയാനായിട്ടല്ല ഇവരെ വിളിച്ചതാണോ? അല്ല. കാരണം ദൈവത്തിൻ്റെ പ്രിയ ജനമാണ് ഇസ്രായേൽ. യെരുശലേം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും ഫേവറേറ്റ് ആണ്. ഇവർ എങ്ങനെയെല്ലാം പോയാൽ ഇവരെ ദൈവത്തിൻ്റെ മനസ്സിനകത്ത് ദൈവം ഇവരെ ആക്കി വെച്ചിരിക്കുകയാണ്, ഹൃദയത്തിനകത്തായിരിക്കുകയാണ്. അപ്പോൾ ഈ ജനം ഹൃദയം കൊണ്ട് ദൈവത്തോട് അകന്നു പോയെങ്കിലും വീണ്ടും ഇവർ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയങ്ങളിൽ ദൈവത്തോട് ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം ഇവിടെ പറയുകയാണ്. അതായത് അപ്പോഴാണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നത്. 8-ാം വാക്യം മുതൽ 6-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. കേട്ടോ, വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ, ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഇനി ആരാ ജനമാരാ? അതായത് ഈ ജനം എന്നിവിടെ പറയുന്നത് ഇവരെ പിടിച്ചുകൊണ്ട് പോയി ബാബിലോണിലെ രാജഭരണം, അതായത് ഈ ഏറ്റവും വലിയ എംപയറാണ്, അവിടുത്തെ ഏറ്റവും വലിയ എംപയർ ഈ ജനമാണ്. ദൈവം ഇവരെയാണ് ഇവരിൽ നിന്ന് ഇവരെ വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം വിട്ടുകൊടുത്തെങ്കിലും ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുകയാണ് ഇവരെ മടക്കിക്കൊണ്ട് വരുന്നത്, ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് ഇവരെ തിരിച്ച് ഇവരുടെ സ്ഥലത്തേക്ക് അയക്കാൻ. അതായത് ഇവർക്ക് തിരിച്ച് ഇവരുടെ സ്ഥലത്തേക്ക്, അതായത് യെരുശലേമിലേക്ക് ഇവരെ മടക്കി അയക്കണം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം അവിടെയാണ് ഈ വാക്യം നിൽക്കുന്നത്. അപ്പം ഇനിയും ഞാൻ നിങ്ങളോട് പറയും, ഇതിൻ്റെ 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ഇവരെ പ്രവാസത്തിൽ ദൈവം ഇവരെ ആശ്വസിപ്പിക്കുന്ന വാക്യങ്ങളാണ്. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ പ്രീ എക്സൈലിക്ക്, അതായത് പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പ് യെരുശലേമിൽ അവരോട് സംസാരിച്ചതും 40 മുതൽ 55 വരെയുള്ളത്
ഇവര് എക്സൈലിക്കാണ്, അതായത് ഇവര് പ്രവാസത്തിലായിരിക്കുന്ന സമയത്തും 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ പോസ്റ്റ് എക്സൈലിക്ക്, അതായത് തിരിച്ചു മടങ്ങി യെരുശലേമിൽ വന്നതിന് ശേഷമുള്ള അധ്യായങ്ങളായിട്ടാണ് വേദ പണ്ഡിതർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമല്ലേ? ദൈവം സംസാരിക്കുമോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമോ? നമ്മൾ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ ഹൃദയം മുറുക്കത്തിലായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മളോട് ഇടപെടുമോ? തീർച്ചയായിട്ടും ഇടപെടും. കാരണം യാതൊരു സാധ്യതയില്ലാത്ത സ്ഥലത്താണ് ദൈവം എന്നെ സ്പർശിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ മൊത്തമോ പാരമ്പര്യ കുടുംബത്തിൽ ജനിക്കുന്ന എനിക്ക് ഒരു കാരണവശാലും വിശ്വാസത്തിലേക്ക് വരുവാൻ മാനുഷികമായി നോക്കാൻ കഴിയത്തില്ല. കാരണം പേരിന് ക്രിസ്ത്യാനിയെങ്കിലും ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു പശ്ചാത്തലം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയത്തുള്ളൂ. അത് ദൈവം നമ്മളെ ആകർഷിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്, ശരിയല്ലേ? ഇവിടെ അങ്ങനെ നമ്മളെല്ലാം ഒരു കാലത്ത് ദൈവം നമ്മളെ ആകർഷിച്ച് കൊണ്ടുവന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നു. ദൈവത്തോട് നമുക്ക് തീർച്ചയായിട്ടും നന്ദിയുള്ളവരല്ലേ? നമ്മൾ പലപ്പോഴും കർത്താവിനെ ശരിക്കും ആ വേണ്ട രീതിയിൽ കർത്താവിനെ സ്നേഹിക്കാറുണ്ടോ? ആ നന്ദി നമുക്കുണ്ടോ? യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളെ വിളിച്ചു, വേർതിരിച്ചു. നമ്മളിതൊരു പ്രവാസ ജീവിതത്തിൽ കൂടെ പോവുകയാണ്, ശരിയല്ലേ? ക്രിസ്തീയ ജീവിതം ഒരു പ്രവാസ ജീവിതമല്ലേ? യഥാർത്ഥത്തിൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് ആഴമായ സ്നേഹമുണ്ടോ? ഒരു ചോദ്യമാണ്. ശരിക്കും സ്നേഹമുണ്ടോ? അങ്ങനെ യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്, ശരിയല്ലേ? നമ്മളൊരു യഥാർത്ഥ പെന്തക്കോസുകാരൻ്റെ അനുഭവം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെയൊക്കെ അപ്പച്ചന്മാരുടെയൊക്കെ കാലത്ത് ഉള്ളതുപോലെ നമുക്കുണ്ടോ? ഒരു ചോദ്യം ഞാൻ ചോദിക്കുക, ഞാൻ ഉൾപ്പെടെ. ഞാൻ ഇന്നലെ വന്ന ആളാണ്, 13 വർഷമേ ആയുള്ളൂ. നിങ്ങൾ വർഷങ്ങളായിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ബഹുമാനിക്കുന്ന ഞാൻ. എന്നാലും ചോദിക്കണം, അവർക്ക് ദൈവത്തോടുള്ള ഒരു സ്നേഹവും അവർക്ക് ദൈവത്തോടുള്ള ഒരു നടപ്പും പോലെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ? ദൈവം ആഗ്രഹിക്കുകയാണ്. കാരണം കർത്താവ് എന്നേക്കും തള്ളിക്കളഞ്ഞു എന്ന് യെരുശലേമിന് തോന്നിയെങ്കിലും അവരുടെ ഹൃദയത്തിലെ വേദന കണ്ട് കർത്താവ് വീണ്ടും അവരെ മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ ഇവിടെ വായിച്ച വാക്യത്തിനകത്ത് ഒന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പുല്ല്. ഈ പുല്ല് എന്താ ചെയ്യുന്നത്? പുല്ല് ഉണ്ടായി വരുന്നൊരു സമയമുണ്ട്. ഇതൊരു ചെറിയ, അതായത് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. പുല്ലും പൂവും രണ്ട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പുല്ല് ഉണ്ടാകുന്ന ഒരു പീരീഡ് സ്പ്രിംഗ്, ആ സമയത്ത്, അതായത് ഒരു മാർച്ച് മാസത്തിലാണ് ഇസ്രായേലിൽ ഈ പുല്ല് ഉണ്ടായി വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായി വരുന്ന ഈ പുല്ല്, പൂവെല്ലാം ഉണ്ടായി വരുന്ന സമയത്ത് മാർച്ചിൽ ഇതുണ്ടായതിന് ശേഷം ഒരു ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആകുമ്പോഴത്തേന് ഒരു കാറ്റുണ്ടാവും. വലിയ കാറ്റാണ്. ആ കാറ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹംസിംഗ് എന്നാണ്. ഹംസിംഗ് എന്ന് പറയും. ആ കാറ്റ് ഏകദേശം 140 കിലോമീറ്റർ സ്പീഡിൽ അടിക്കുന്ന ഒരു കാറ്റാണ്. ഈ ഒരു കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ പുല്ലുണ്ടല്ലോ കരിയും. അത്രയ്ക്ക് ചൂടായി, ടെമ്പറേച്ചർ കൂടും. അതിപ്പോഴും ഈ ക്ലൈമറ്റ് ഇങ്ങനെ തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം ഈ പുല്ല് ഇങ്ങനെ ഉയർന്നു വരുന്ന പുല്ല് ഒരു 2-3 മാസത്തിന് ശേഷം ഈ കാറ്റുണ്ടാകുമ്പോഴത്തേന് എന്താ ചെയ്യുന്നറിയോ? ഈ കാറ്റടിച്ച് ഇതിനെ കരിച്ചു കളയും. ഇത് ഈ ജനത്തിനറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കും നമ്മുടെ മുമ്പിൽ ഒരു ബാബിലോൺ പൊങ്ങി വരുമ്പോൾ എന്നേക്കും ഇവരായിരിക്കും ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം ബാബിലോൺ എന്നേക്കും നിലനിൽക്കാനുള്ളതല്ല. ദൈവം അതിനെ കൊണ്ടുവന്നു, ദൈവം അതിനെ നീക്കിക്കളയും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് വിഷയങ്ങളും അത് സ്ഥിരമായിട്ടുള്ളതല്ല. കാരണം ഒരു ബാബിലോണിനെ ദൈവം ആക്കി വെച്ചേക്കുന്ന താൽക്കാലികമാണ്. അത് ആ മനുഷ്യൻ അവർ ചെയ്ത ആ സമയത്തെ പ്രവർത്തിക്ക് വേണ്ടി ബാബിലോണിനെ എഴുന്നേൽപ്പിച്ച് വെച്ചെങ്കിലും നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ബാബിലോണിൽ നിന്ന് ഈ ജനത്തെ രക്ഷിക്കാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ അടുത്ത രാജാവ് എഴുന്നേൽക്കണം. ആരാണ്? കോരശ് ആരെന്നറിയോ? അടുത്ത രാജാവും അടുത്ത വേറെ കിങ്ഡമാണ്, പേർഷ്യൻ കിങ്ഡം. ആ പേർഷ്യൻ കിങ്ഡത്തിൽ നിന്ന് കോരശിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ നെബൂഖദ്നേസറിന്റെ മക്കളെ ദൈവം തകർത്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ദൈവം ചെയ്യുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യും. കാരണം ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്. ദൈവത്തിന്
അറിയാത്ത ഒരു കാര്യവുമില്ല. കാരണം എന്നെ നിങ്ങൾക്ക് വല്ലവർക്കും മനസ്സിലാവും ഇല്ല. നിങ്ങളെ ആർക്കെങ്കിലും എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിന് എന്നെ നിങ്ങളെ പരിശോധിക്കാൻ കഴിയും. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന, മനോനിരൂപണങ്ങളെ അറിയുന്ന, ഉറക്കത്തിൽ പോലും എന്നെ പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഞായറാഴ്ച ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, കേൾക്കുന്നു. അപ്പം ഈ ബാബിലോണിനെ നീക്കാൻ ദൈവം ഒരു രാജാവിനെ എഴുന്നേൽപ്പിച്ചു. 586 BC അവരുടെ ദേവാലയം പൊളിച്ചെങ്കിൽ അടുത്ത ഒരു രാജാവ് കോരശിനെ എഴുന്നേൽപ്പിച്ചിട്ട് ദൈവം BC 539 അവരെ പുറത്താക്കുക. വെളിയിലേക്ക് വിടുകയാണ്. കാരണം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായത്. അതായത് യെരമ്യാവ് പ്രവചിച്ചു 70 വർഷം നിങ്ങൾക്ക് പ്രവാസം ഉണ്ടാകും. ശരിയാണ്. ആ 70 വർഷം പൂർത്തിയായപ്പോൾ അവരുടെ തകർന്നു പോയ ദേവാലയം, ശലോമോൻ പണിത ദേവാലയം, പുതിയൊരു ദേവാലയം ദൈവം അവരെ പണിയിപ്പിച്ചു. അതിനെ ദൈവം എസ്രായെയും സെരുബ്ബാബേലിനെയും നെഹമ്യാവിനെയൊക്കെ പിൽക്കാലങ്ങളിൽ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിയോ? അതായത് യെരമ്യാ പ്രവാചകനിൽ കൂടെ പ്രവചിച്ച ഒരു പ്രവചനം നിവർത്തിയാകാൻ വർഷങ്ങൾ എടുത്തു. നമ്മൾ ആരും ധൃതി വെക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. അതായത് നമ്മൾ പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ചോദിക്കും, എന്താ ദൈവമേ? ശരിയല്ലേ? ഞാൻ ചോദിക്കും, നിങ്ങൾ ഓരോരുത്തരും ചോദിക്കും, എന്താ ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരാൻ കാര്യം? അതെ, ദൈവം ഒരിക്കലും അറിയാതെയല്ല. അതിനെല്ലാം ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് അപ്പുറത്ത് ഒരു സമയമുണ്ട്. ദൈവം അതിനെ പുറത്തു കൊണ്ടുവരുന്നൊരു സമയം. ആ സമയമാകുമ്പോൾ ദൈവം അതിനെ മനോഹരമാക്കി തീർക്കും. അതായത് ഒരിക്കലും ഇവർ വിചാരിച്ചില്ല ബാബിലോൺ എന്ന രാജാവിന്റെ കയ്യിൽ നിന്ന്, നെബൂഖദ്നേസറിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചൊരു പോക്കുണ്ടാവും. അങ്ങനെ വേദനിച്ചിരിക്കുന്നവരോട് ദൈവം പറയാണ്, ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വായു കൊണ്ട് അവരോട് പ്രോമിസ് ചെയ്തത് ദൈവം കീപ്പ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടും എന്നോടും ദൈവം എന്തെങ്കിലും ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സമയമാവും അത് മുട്ടും. അത് മുട്ടിട്ട് അത് വളർന്ന് അത് പൂത്ത് അത് ഫലം കായ്ക്കുമെന്നാണ് അതിനർത്ഥം. പക്ഷെ നമ്മൾ പറയുന്ന സമയത്തൊന്നും ഉണ്ടാകത്തില്ല. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? നമുക്ക് ഇന്ന് പുറത്തു വരണം. ശരിയല്ലേ? യെരമ്യാ പ്രവാചകൻ 70 വർഷം പ്രവചിച്ചപ്പോൾ വേറൊരു പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ പ്രവാസം 2 വർഷം കൊണ്ട് തീരും. അത് നടന്നോ? ഇല്ല. അത് കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം. 2 വർഷം കൊണ്ട് തീരുമെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. ശരിയല്ലേ? പക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേദന കൂടുമ്പോൾ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം അനുവദിച്ചിട്ടാണ്. അതിനൊരു സമയമുണ്ട്. ആ സമയം വരുമ്പോൾ നമ്മൾ പുറത്തു വരും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ ഇത്രയും വയസ്സായി, ഇത്രയും പ്രായമുള്ളവർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നിങ്ങളുടെ എല്ലാം ജീവിതം ഇങ്ങനല്ലേ പറയുന്നത്? ഒരു ദിവസം കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിശ്വാസ ജീവിതം വളർന്ന ഒരു ദിവസം കൊണ്ടാണ് അല്ല. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ, ജീവിത യാത്ര ചെയ്യുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കുകയല്ലേ ചെയ്ത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നും സന്തോഷമാണ്, വേദനയുണ്ട്, പ്രയാസമുണ്ട്, നുറുങ്ങുന്ന അവസ്ഥകൾ വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം കാണാതിരിക്കുന്നില്ല. ദൈവം എന്നെയും നിങ്ങളെയും മുഴുവനായി കാണുന്നു. ആ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവം അത് പ്രോമിസ് കീപ്പ് ചെയ്തു. എന്താണെന്നറിയോ? പൊളിഞ്ഞു പോയ 586 BC പൊളിഞ്ഞു പോയ ദേവാലയം BC 516 ദൈവം പൂർത്തീകരിച്ചു. രണ്ടാമത്തെ ദേവാലയം ദൈവം പണിഞ്ഞു. ഇതായി വചനത്തിന്റെ നിവൃത്തീകരണം. ഈ ജനത്തെ മുഴുവൻ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. ഇനി ചോദ്യം, ഞാനും നിങ്ങളെ ഈ പ്രവാസ ജീവിതം ഇവിടെ നടത്തും, മുന്നോട്ട് പോവാണ്. കർത്താവ് പറയുന്നത് പോലെ നമ്മൾ ജീവിക്കാറുണ്ടോ? കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുകയല്ലേ? ശരിയല്ലേ? കർത്താവ് നമ്മളെ ഇനിയും മടക്കി ചേർക്കുവാൻ വരുമെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? ഒന്നിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഇങ്ങനെ വിശ്വസിക്കുന്ന നമ്മളെ ഈ കർത്താവ് ഒരു ആ വിശ്വസ്തത, കർത്താവ് നമ്മളെ നോക്കുമ്പോൾ ആ കാണിക്കുന്ന, കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും എന്നിൽ നിന്ന് കുറഞ്ഞു പോയിട്ടുണ്ടോ യാത്രയിൽ? ഈ പ്രവാസ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ആദ്യ നാളുകളിൽ ഉള്ളതുപോലെ ഉള്ള അതേ തീഷ്ണതയും സ്നേഹവും എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ? ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് പോകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു സന്തോഷം, ദൈവത്തോടുള്ള അടുപ്പം, അത് ഇന്നും എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ? അങ്ങനെ ഇല്ല എങ്കിൽ
ദൈവം ആഗ്രഹിക്കുന്നത് കൂടുതലായി മടക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ദൈവത്തെ ഞാനും നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുക. എന്തെങ്കിലും നമുക്ക് കൊടുക്കാനുണ്ടോ? ദൈവം തന്നതല്ലാതെ. ദൈവം നമുക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു, നല്ല എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. പക്ഷെ നമ്മൾ ശരിക്കും ദൈവത്തോട് നന്ദിയുള്ളവരാണോ? ഞാനീ ചോദിക്കുന്നത് നിങ്ങളോടല്ല, ഞാൻ ഉൾപ്പെടെ നിൽക്കുന്നത്, ഞാൻ എന്നോട് ചോദിച്ചിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ശരിയല്ലേ? ഇപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തോടുള്ള അഗാധമായ സ്നേഹം, യേശുവിൻ്റെ ദിവ്യ സ്വഭാവം. ആ ദിവ്യ സ്വഭാവം നമുക്കുണ്ടോ? കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇവിടെ വചനം എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ വചനം, ദൈവം എന്താ പറയുന്നത്? എന്നേക്കും ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളും മാറും. എന്നാൽ ദൈവം ദൈവത്തിൻ്റെ സമയത്തിന് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അതവിടെ നിൽക്കും. അതിനപ്പുറത്തേക്ക് അത് മുന്നോട്ട് പോകാൻ ഞാനും നിങ്ങൾ വിശ്വസ്തരാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. നമ്മൾ എന്തിനാ ദൈവത്തിൽ ആശ്രയിച്ച് അന്യഭാഷയെ നമ്മൾ ആരാധിക്കത്തില്ലേ? നമ്മൾ ദൈവത്തെ കൂടുതൽ പാട്ടുപാടി പ്രാർത്ഥിക്കുന്നില്ലേ? ശരിയല്ലേ? നമ്മളിങ്ങനെ അന്യഭാഷ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ മുന്നുണ്ടായതിനേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെട്ടോ, അതോ നമ്മുടെ പുറത്തുള്ള ആളുകളെക്കാളും മോശമായോ? കർത്താവിനോട് അനുരൂപപ്പെടാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നെയും നിങ്ങളെയും പണ്ടുള്ള നമ്മുടെ അപ്പച്ചന്മാരെയൊക്കെ നോക്കിയിട്ട് ഇവര് പെന്തക്കോസ്തുകാരാണെന്ന് പറയും. അവർക്ക് ഭയങ്കര ബഹുമാനവും പേടിയും. ശരിയല്ലേ? ഞാനൊക്കെ കേട്ടേക്കുന്നത് ജഡ്ജി പറഞ്ഞത്, ഒരു പെന്തക്കോസ്തുകാരൻ സാക്ഷി ഉണ്ടെങ്കിൽ ആ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിക്ക് വിശ്വാസം വന്നു. ഇന്നോ ഞാൻ ഉൾപ്പെടെ നിൽക്കുന്നവരോടാണ് ഈ പറയുന്നത്. അല്ലാതെ നിങ്ങളെ നോക്കും, നിങ്ങൾ വിചാരിക്കും നിങ്ങളെ അല്ല. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഇത്ര വർഷമായി, ഞാൻ വളർന്നോ? ദൈവം ആഗ്രഹിക്കുക. അപ്പം ഈ പ്രവാസത്തിൽ പോയിരിക്കുന്ന ജനം, ഈ ജനത്തിന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്കുള്ള അവർ ആ സന്തോഷം, ആഴമുള്ള സന്തോഷം. അവർ മടങ്ങി അവരെ യെരൂശലേമിലേക്ക് വന്നപ്പോൾ അവർക്ക് ഭയങ്കര, കാരണം അവർക്കറിയാം അവരുടെ തകർന്നുപോയ അവസ്ഥ. കാരണം ദൈവമില്ലാത്ത ജീവിതമാണ് ബാബേലിൽ. കാരണം അവിടെ മുഴുവൻ വേറെ വിഗ്രഹങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് എന്താണ് എന്നെ ദൈവം കണ്ടത്, എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ എന്താ കാര്യം? ഒരു ചിന്ത ചിന്തിച്ച്, എന്തുകൊണ്ട് ദൈവം എന്നെ ഇത്ര സ്നേഹിക്കുന്നു? എന്താണ് ദൈവത്തിന് എന്നോട് ഇത്ര സ്നേഹിക്കാനുള്ള കാരണം? ഞാൻ ശരിക്കും ഈ സ്നേഹത്തിന് യോഗ്യനാണോ? യാതൊരു യോഗ്യതയില്ലാതിരുന്നിട്ടും, യാതൊരു ഗുണവും എനിക്കില്ലാതിരുന്നിട്ടും എൻ്റെ ദൈവത്തിന് വേണ്ടി കർത്താവ് എൻ്റെ ജീവിതം ഒന്നുകൂടൊന്ന് സമർപ്പിക്കപ്പെടുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമോ? കർത്താവ് ആഗ്രഹിക്കണം. അതായത് ഒരു കോരശനെ എഴുന്നേൽപ്പിച്ച് ദൈവം അവരുടെ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി നൽകിയെങ്കിൽ, കോരശനെ കുറിച്ച് പറയുന്നത് എന്നാണെന്നറിയാമോ? എൻ്റെ അഭിഷക്തൻ എന്നാണ്. എൻ്റെ അഭിഷക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സയ എന്ന വാക്ക് നമ്മുടെ യേശു ആരെന്നറിയോ? നമ്മുടെ അഭിഷക്തനായ മശിയ യഥാർത്ഥത്തിൽ നമ്മളെ വീണ്ടെടുക്കുന്നു. അപ്പം ഒരു ജാതീയ രാജാവായ കോരശ് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണോ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചത്? ആണോ? നമ്മളെ പാപത്തിനകത്തു നിന്ന് വിടുവിച്ച് നമ്മളെ അവൻ്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച് ആ യേശുവിനോടുള്ള എൻ്റെയും നിങ്ങളുടെയും സ്നേഹം ദൈവം എത്രത്തോളം ആഗ്രഹിക്കുന്നു. ആ യേശു എന്നെ ചേർക്കാൻ ഇന്നല്ലേ നാളെ വരും, അല്ലെങ്കിൽ ഞാൻ ഇന്നല്ലേ നാളെ മരിക്കും. അവിടെ എനിക്ക് എന്താണ് ദൈവം എന്നെ ആഗ്രഹിക്കുന്നതെന്നുള്ളൊരു ചിന്ത ഇന്ന് ഈ ഞായറാഴ്ച എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല. നമുക്ക് എല്ലാ നന്മകളും ദൈവം തന്നു, ശരിയല്ലേ? ആയുസ് തന്നു, ആരോഗ്യം തന്നു, നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി നൽകി, എല്ലാ നല്ല ചുറ്റുപാടുകളും തന്നു. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം, കർത്താവേ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന ആ അനുഭവത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ ഈ പുസ്തകത്തിലെ ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചില്ലേ? ദൈവത്തിന്റെ വചനം എന്നേക്കും ജീവിക്കുമെന്ന് പറഞ്ഞാൽ എന്നോടും നിങ്ങളോടും പറഞ്ഞ പ്രോമിസ് വേർഡ് ദൈവം കീപ്പ് ചെയ്യും. കാരണം അവൻ ഉടമ്പടിയെ അവൻ നിവർത്തിക്കുന്ന ദൈവം. എന്താ അവൻ്റെ ഉടമ്പടി? കർത്താവ് എന്നെ ചേർക്കാൻ വരുന്നത് ഒരു വലിയ ഉടമ്പടിയാണ്, ശരിയല്ലേ? എന്നെ ചേർക്കാൻ വരുമോ? വരും. അത് നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ? അങ്ങനെ എന്നെ ചേർക്കാൻ, നിങ്ങളെ ചേർക്കാൻ വരുന്ന കർത്താവിനോടുള്ള എൻ്റെയും നിങ്ങളുടെ ആഴത്തിലുള്ള സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം
ഈ വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ നിറയട്ടെ. കാരണം ദൈവം മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ യാത്രയിൽ ദൈവത്തിന് വേണ്ട ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും, വിശ്വസ്തരാകുക, ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ നിഷ്കളങ്കരാകുക, കറയും ചുളുക്കം പിന്നെന്തോ വാട്ടമില്ലാത്ത നല്ല വിശുദ്ധ ജനമായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം മോശക്കാരാണെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആണോ? അല്ല. ദൈവം ആഗ്രഹിക്കുന്നു പിന്നെയും പിന്നെയും പോളിഷ് ചെയ്യുക. ദൈവം അങ്ങനെ നമ്മളെ ചെത്തി മിനുക്കി നല്ല ചിസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാരി ചിന്തയിലിടുന്നത് പോലെ എന്നെ നിങ്ങളുടെയും ജീവിതത്തിൽ കൂടെ കടത്തി വിടുമ്പോൾ ഒന്ന് ഓർക്കുക, ദൈവം കൂടുതൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉള്ള ജീവിതത്തിൽ മാത്രമേ ചിന്തയിലിടാൻ ദൈവം അനുവദിക്കത്തുള്ളൂ. കാരണം അങ്ങനെ ഏൽപ്പിച്ച് തരുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തോട് കൂടുതൽ ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ നല്ല വചനങ്ങൾ കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ പ്രത്യേകമായ നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമായി തീരട്ടെ. എന്നെ കുടുംബമായിട്ട് ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ അവസാന വർഷത്തെ കോഴ്സിൻ്റെ അവസാന വർഷമാണിത്. എൻ്റെ കുഞ്ഞ് മകൾ വന്നിട്ടുണ്ട്. വൈഫിന് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടെ എനിക്കിങ്ങനെ അവസരം ലഭിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.